ഇന്നിപ്പം ഒരു സൈഹണ്ട് എന്നുള്ള പേരിൽ നമ്മളൊരു കേരള വ്യാപകമായിട്ട് ഒരു സൈബർ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചത്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും സൈബർ സംഘടിത സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായി രാജ്യവ്യാപകമായി തട്ടിപ്പ് നടത്തിയവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനാണ് ഇത് നടത്തിയിരുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഓപ്പറേഷൻ സൈഹണ്ട് എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ നമ്മുടെ ബഹുമാനപ്പെട്ട DGP സംസ്ഥാന പോലീസ് മേധാവിയുമായ രവതാ ചന്ദ്രശേഖർ സാറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ നടത്തിയ ADGP ലോ ആൻഡ് ഓർഡറും ഫീൽഡ് ഓഫീസേഴ്സ് എല്ലാവരും ചേർന്ന് നടത്തിയ ഒരുപാട് അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന അക്കൗണ്ടുകളെയും അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നവരെ ഐഡൻറ്റിഫൈ ചെയ്യണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലുണ്ട്. അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകൾ കേരളത്തിൽ മാത്രമല്ല ഇരകൾ, പുറത്തുള്ളവരുമുണ്ട്. അങ്ങനെയുള്ള ഇരകളായിട്ടുള്ളവരുടെ പണം പല രീതിയിൽ, അതായത് ഇതിനകത്തൊരു ഒരു ബ്രേക്കപ്പ് ഉണ്ടല്ലോ, ഒരു വെൻ ഡയഗ്രം ഉണ്ടായിരുന്നു. ഇതാണ് ഈ ഡയഗ്രം വലുത് അപ്പോൾ അതായത് 34.6%, 8% ഓൺലൈൻ ട്രേഡിംഗ് ആണ്. ഓൺലൈൻ ട്രേഡിംഗിന് അതിൽ ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്നത്, USDT തുടങ്ങിയിട്ടുള്ള കുറേ ക്രിപ്റ്റോ കറൻസികൾ ട്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞ് പറ്റിക്കുന്നത്. അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തത് പറ്റിക്കുന്നത് 2%. ഐഡൻറ്റിറ്റി തെഫ്റ്റ്, ലോൺ സ്കാം 6.2%. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 6.5%. അഗൈൻ ജോലി കൊടുക്കാമെന്നും പറഞ്ഞിട്ട് പറ്റും. അപ്പം അങ്ങനെ പല രീതിയിലുള്ള വഞ്ചന അതിനകത്ത്. പിന്നെ ഇരകൾ കേരളത്തിൽ നിന്ന് മാത്രമല്ലെങ്കിലും ഈ ഇതിനകത്ത് പ്രതികളായിട്ടുള്ളവർ കേരളത്തിൽ നിന്നുള്ളവരാണ് കൂടുതലും. അപ്പോൾ അതിനകത്ത് കേരളത്തിലല്ലാത്തവർ ഇവരുടെ കൂട്ടുപ്രതികളായിട്ട് ഈ കേസുകളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മൊത്തം 382 FIRകൾ എടുക്കേണ്ടായി. ഇതിന് വേണ്ടിയിട്ട് 263 അറസ്റ്റ് നടത്തേണ്ടായി, 125 നോട്ടീസ് ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ അതായത് ഇത് വളരെ വളരെ പ്രകടമായിട്ട്, ഇപ്പം ഇതിനെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ വരെ ഒരു ട്രാൻസാക്ഷൻ ഇല്ലാത്തൊരു അക്കൗണ്ടിൽ ഇന്ന് രാവിലെ ഒരു 5 ലക്ഷം രൂപയുടെ വിഡ്രോവൽ വരികയാണ്. പെട്ടെന്ന് കയറുന്നു, നാളെ ആകുമ്പോൾ വിഡ്രോ ചെയ്യുന്നത് ആർക്കെങ്കിലും കൊടുക്കുന്നു. അപ്പം ഇങ്ങനെ സംശയകരമായിട്ടുള്ള അക്കൗണ്ട്സും അങ്ങനെയുള്ള നമ്മളതിന് മ്യൂൾ അക്കൗണ്ട്സ് എന്ന് പറയും. ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മ്യൂൾ അക്കൗണ്ട്സിനെ കേന്ദ്രീകരിച്ച് നമ്മൾ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഈ നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരങ്ങൾ ഞാനതൊന്ന് ആദ്യം പറയാം. ഇവർ ചെക്കുകൾ ഉപയോഗിച്ചിട്ട് വിഡ്രോ ചെയ്തവരുണ്ട്, ATM വിഡ്രോ ചെയ്തവരുണ്ട്, പല രീതിയിൽ വിഡ്രോ ചെയ്തിട്ടുണ്ട്. 2683 പേരെയും ചെക്ക് വഴി വിഡ്രോ ചെയ്ത് 361 ATM വിഡ്രോവൽസും അക്കൗണ്ടുകൾ വാടകയ്ക്ക് നൽകിയ 665 പേരുടെയും വിവരങ്ങൾ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ നിന്നും ലഭ്യമായത് വിശദമായി പരിശോധിച്ച് അതിനെ ഒബ്സർവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ആക്ഷന് വേണ്ടി തീരുമാനിച്ചത്. ഇപ്പം നിലവിൽ അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും പേരെ നമ്മൾ നിരീക്ഷിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 382 കേസുകൾ രജിസ്റ്റർ ചെയ്തു, 263 അറസ്റ്റുകൾ നടന്നു. 125 പേരുടെ കാര്യത്തിൽ അവർ പറഞ്ഞതൊന്നും കൂടെ വെരിഫൈ ചെയ്തിട്ട് വേണം, അവരുടെ ബോണഫൈഡ്സ് എന്നുള്ളത് കൊണ്ട് 125 പേരെ നോട്ടീസ് കൊടുത്ത് നിരീക്ഷണത്തിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് പ്രാഥമികമായി പറയാനുള്ളത്. ഇതിൻ്റെ കണ്ണികൾ ഇവിടെ മാത്രമായിരിക്കും എന്നല്ല ഇതിനർത്ഥം. വിദേശത്ത് തന്നെ നമുക്ക് ഇങ്ങനെ കണ്ണികളുള്ളതിനെക്കുറിച്ച് സംശയമുണ്ട്, ബോധ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ അറിഞ്ഞാണ് കംബോഡിയൊക്കെ ബേസ്ഡ് ആയിട്ട് ഇങ്ങനെ നടക്കുന്ന സ്കാംസിനെ കുറിച്ച്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ കേസുകളെ അറസ്റ്റ് ചെയ്യും. വേണമെങ്കിൽ ഈ കേസിൽ നിന്ന് ഉരുത്തിരിയുന്ന മറ്റ് കേസുകളുണ്ടെങ്കിൽ അതും തുറന്ന് ഒരു വ്യാപകമായിട്ടുള്ള സൈബർ ഓപ്പറേഷനാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഓരോന്നിൻ്റെയും കമ്മീഷൻ ഓരോ രീതിയിലാണ്, എല്ലാവർക്കും ഒരേ കമ്മീഷനല്ല. അപ്പോൾ അത് പൂർണ്ണമായും ബോധ്യത്തോടു കൂടിയാണെന്നുള്ളതും അതിനുള്ള മറ്റുള്ള ചാറ്റും മറ്റ് ട്രാൻസാക്ഷൻസും ഒക്കെ നമ്മൾ നിരീക്ഷണത്തിലെടുത്തതിന് ശേഷമാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. പിന്നെ വളരെ വളരെ വ്യക്തമാണ്, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ആക്ഷനും ഇല്ലാത്ത ഒരു അക്കൗണ്ട്, കൊല്ലങ്ങളായിട്ടൊരു നടപടി ഇല്ലാത്തൊരു അക്കൗണ്ട്, ചിലപ്പോൾ പുതിയ അക്കൗണ്ട് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് കുറച്ച് ട്രാൻസാക്ഷൻ, പിന്നീട് അത് ഹെവി വിഡ്രോവൽ, പിന്നെ ഒന്നുമില്ല വീണ്ടും. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളെയാണ് നമ്മൾ നിരീക്ഷിച്ചത്. ഇങ്ങനെയുള്ളത്
നിരീക്ഷണത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ നിന്ന് വന്നിട്ടുള്ളതുണ്ട്. നമ്മളത് വളരെ ആക്റ്റീവായിട്ട് അത് പെർസ്യൂ ചെയ്തു എന്നുള്ളതാണ് നമ്മളുടെ ഇക്കാര്യത്തിൽ നമുക്ക് വിജയകരമായിട്ട് പറയാനുള്ളത്. എല്ലാവർക്കും പോകുന്നതാണ്, എല്ലാ സംസ്ഥാനങ്ങൾക്കും പോകുന്നതാണ്. പക്ഷെ നമ്മളിവിടെ വളരെ ആക്റ്റീവായിട്ട് പെർസ്യൂ ചെയ്തിട്ട് ബഹുമാനപ്പെട്ട പോലീസ് ചീഫിൻ്റെ നിർദ്ദേശപ്രകാരം ADGP ലോ ആൻഡ് ഓർഡറും മറ്റ് ഈ ഇരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും വളരെ കൂട്ടായൊരു പ്രവർത്തനമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര ഐഡൻറ്റിഫൈ ചെയ്യാനും ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും ഇനിയും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളും ഒപ്പം തന്നെ യുവാക്കളുമായിട്ട് അവരാണ് ഈ മ്യൂൾ അക്കൗണ്ടിന് അടിമകളായി പോകുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് പോയി പെട്ടുപോകുന്നത്. ഇപ്പോൾ 15,000 രൂപ 5,000 രൂപ കിട്ടിയിട്ടായിരിക്കും വിദ്യാർത്ഥികളൊക്കെ വീഴുന്നത്. പക്ഷേ ഇവരൊക്കെ ഇത്തരം കേസുകളിൽ പ്രതികളായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പിടിച്ചതിൽ അങ്ങനെയുണ്ടോ? അങ്ങനത്തെ ആളുകൾ പെട്ടിട്ടുണ്ട്? അതിപ്പോൾ പൂർണ്ണമായി ഇപ്പോൾ പറയാറായിട്ടില്ല. കാരണം ഈ 2000 ചില്ലാനും ആൾക്കാരെ നിരീക്ഷിച്ചതിൽ നിന്നാണ് നമുക്ക് ഈ 360. അപ്പോൾ ആരാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കിട്ടിയ ഉടനെയുള്ള വിവരമാണ് നിങ്ങൾക്ക് തരുന്നത്. അത് ഡിസ്ട്രിക്ട് വൈസുള്ള ബ്രേക്കപ്പ് വേണമെങ്കിൽ നമുക്ക് തരാം. എന്തായാലും മൈനേഴ്സിനെ ഒന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല, ജൂവനൈൽസിനെ ഒന്നും നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടില്ല. അത് അന്വേഷണ വിധേയമാക്കേണ്ട കാര്യമാണ്. കാരണം നമുക്കിപ്പം ഈ പ്രൈമറിലി ഈ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചവരും ATM വിഡ്രോവൽ നടത്തിയവരും എന്ന് പറഞ്ഞാൽ ആ ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ അധികാരമുള്ള ആൾക്കാർ മാത്രമാണ്. അതിലിപ്പോൾ വേറെ ആൾക്കാരുടെ കണൈവൻസ് ഉണ്ടോ? നീ അല്ല, അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ ഇറ്റ്സ് ടു ഏർലി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നിപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിനകത്ത് അത് നമ്മൾ ഈ ബാക്കി ഇവരുടെ സൈബർ രേഖകളും ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സും എല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് ആരൊക്കെയായിട്ട് എന്തൊക്കെ ലിങ്ക് ഉണ്ടെന്നുള്ള ഇനി തുറന്ന് നമ്മൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അതറിയുന്നതനുസരിച്ച് കണൈവൻസ് ആർക്കുണ്ടെങ്കിലും ദേ വിൽ ബി ബ്രോട്ട് ടു ബുക്ക്. ഒരു സംശയം വേണ്ട. അതെ, അതായത് ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഞാനിപ്പോൾ ഇത് വിഡ്രോ ചെയ്തതിന് ഇന്നലെ ഒരു ഭൂമി ഡീൽ നടത്തിയിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് ടു ബി ഒരു ഉദാഹരണം പറയുകയാണ്. അപ്പോൾ അതാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബോണഫൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു സംശയം പോലും നമ്മൾ ബാക്കി വെക്കാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല, അങ്ങനെ പറയുന്നവരിൽ തന്നെ നമ്മളങ്ങനെ നോട്ടീസ് കൊടുത്ത് വിട്ടവരിൽ തന്നെ അവർ വളരെ സസ്പീഷ്യസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് മറ്റ് ഇതുമായിട്ട് ഓൾറെഡി പ്രൊക്ലെയിംഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ജംതാര എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾ കേട്ട് കാണും, കംബോഡിയ, അങ്ങനെ പല സ്ഥലത്തുമുണ്ട്. അപ്പം അങ്ങനെ പിന്നെ കൃത്യമായിട്ട് ഇപ്പോഴത്തെ സ്ഥലങ്ങൾ ഞാൻ പറയുന്നില്ല, കാരണം വെച്ചാൽ അവിടെ ഉള്ളൊരു അലർട്ട് ആവാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇതിപ്പോൾ കഴിഞ്ഞൊരു 3 മാസമായിട്ട് നമ്മളിതിൻ്റെ നഷ്ടപ്പെട്ടത് കോടികളാണ്. മനസ്സിലായില്ല? അത് ആക്ച്വലി നമ്മളോട് ഈ വിക്ടിംസ് പറഞ്ഞ കേസുകൾ തന്നെ അതിനേക്കാൾ കൂടുതൽ പോയിട്ടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം വെച്ചാൽ പലർക്കും പുറത്ത് പറയാൻ പറ്റാത്ത പൈസ ഇതിൽ പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തോ എങ്ങനെ പറഞ്ഞാലും ഒരു 100-300 കോടി രൂപ ഉണ്ടാവുന്നതാണ് എൻ്റെ കണക്കൂട്ടൽ. അറൗണ്ട് 300 crores, മോർ ദാൻ ദാറ്റ്. അല്ലല്ല, ഞാൻ പറഞ്ഞില്ല, ഇപ്പം 382 കേസ് നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇതിന് ഉപോത്ബലകമായി നേരത്തെ ക്രൈംസ് വേറെ ഉണ്ടായിട്ടുള്ളത് രജിസ്റ്റർ ചെയ്തത് പലയിടത്തും ഉണ്ട്. അതിൽ നിന്ന് എമിനേറ്റ് ചെയ്ത് എല്ലാത്തിനും കണക്ഷൻ ഉണ്ടാവും. അല്ല, അവർ മിക്കവാറും എല്ലാവരും റിമാൻഡ് ആവും. കാരണം ഇത് എക്സ്റ്റോർഷനാണ്, വഞ്ചിച്ചുള്ളതാണ്, വഞ്ചനയുണ്ട്. അതുകൂടാതെ നമ്മൾ എന്താ പറയുക, പലതും പ്രോമിസ് ചെയ്ത് പലയിടത്തേയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുള്ള കേസുകളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ജോബ് സ്കാംസ് ഒക്കെ ഉള്ളത്. എന്തായാലും ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണെന്ന് മാത്രം പറയുക. കാരണം പലതരത്തിലുള്ള സ്കാംസ് ആയിട്ട് എല്ലാത്തിനെയും വകുപ്പൊന്നായിരിക്കില്ല. പല രീതികളുണ്ട്. അതായത് ഇപ്പം നിങ്ങളിപ്പോൾ ഈ ചിലപ്പോൾ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണും, നിങ്ങൾ ഇത് ഇത്രയും പ്രൊമോട്ട് ചെയ്താൽ നിങ്ങൾക്ക് 200 രൂപ കിട്ടും. അതാണ് ഏറ്റവും ഹാംലെസ് ആയിട്ടുള്ള ഒരു എൻടൈസിങ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഏതെങ്കിലും ഇപ്പോൾ ആരുടെയെങ്കിലും കൊട്ടേഷൻ എടുത്തിട്ടുള്ള സൈബർ ഓപ്പറേറ്റീവ്സ് ആയിരിക്കും. അവരിപ്പം നമ്മളോട് പറയും, നിങ്ങളിത് ഈ ആളുടെ ഈ പ്രൊഫൈൽ നിങ്ങൾ ബൂസ്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഈ പോസ്റ്റ് നിങ്ങൾ ഇത്ര ബൂസ്റ്റ് ചെയ്താൽ, അത് നമുക്കൊരു കുറ്റകൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഏറ്റവും ഹാംലെസ് ആയിട്ട് സാധനം. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പരസ്പരം സൈബർ ലോകത്ത് ബന്ധപ്പെടുന്ന ആൾക്കാരെ ഈ പിന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു ലാഭം ഉദ്ദേശിച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് കേരളത്തിനകത്ത് ഇപ്പോൾ അത് വെർച്വൽ അറസ്റ്റിൻ്റെ എല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ പുറത്തുള്ള കേസുകളിൽ അതിൻ്റെ സ്വഭാവം പലയിടത്തും നമുക്ക് പരാതി കിട്ടാൻ പോകുന്നതേ ഉള്ളൂ.
സൂത്രധാരന്മാരുണ്ട്. സൂത്രധാരന്മാരെ കൂടെ കൂടി പണം വഞ്ചിച്ച ആ പണത്തിൻ്റെ പങ്ക് പറ്റിയവരുണ്ട്. ഞാനിപ്പോൾ പറയാം, ഇതോ പറഞ്ഞുതരാം. ഡിസ്ട്രിക്ട് വൈസ് ബ്രേക്കപ്പ് പറയാം. ഉണ്ടുണ്ട്. അറസ്റ്റ് ഡീറ്റെയിൽസ് അവിടെ. ഏറ്റവും കൂടുതൽ കേസുകളുള്ളതിൽ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ. കേസുകൾ കൂടുതലുള്ള കോഴിക്കോട് സിറ്റിയിലാണ്. 43 കേസുകളാണ് കോഴിക്കോട് സിറ്റിയിലുള്ളത്. അറസ്റ്റ് ചെയ്തത് പക്ഷേ കോഴിക്കോട് 23 പേരേ ഉള്ളൂ. മലപ്പുറത്ത് 30 കേസുകളേ ഉള്ളൂ, പക്ഷേ അറസ്റ്റ് 30 ഉണ്ട്. 30 അറസ്റ്റുണ്ട്. കമ്മീഷണർ തിരുവനന്തപുരം സിറ്റി, തൃശ്ശൂർ സിറ്റി, എറണാകുളം റൂറൽ 23 കേസ്. എറണാകുളം സിറ്റിയിൽ 2 കേസാണ്, 3 അറസ്റ്റ്. പലപ്പോഴും ഇപ്പോൾ അറസ്റ്റ് നടന്നിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും പ്രധാന പ്രതികളിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പറ്റുന്നില്ല. എങ്ങനെയാണ് അത്? എന്തുകൊണ്ടാണ് ഇത്തരക്കാർ രക്ഷപ്പെട്ടത്? അങ്ങനെയല്ല. ഒന്നാമത് ഇതിനകത്ത് പ്രധാന പ്രതികളിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് തുടങ്ങിയത്. ഈ കേസിൻ്റെ പ്രത്യേകത അതാണ്. പ്രധാന പ്രതികൾ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതി കണ്ടിട്ട് അത് നാഷണൽ ലെവലിൽ അറിഞ്ഞതും നമ്മളല്ലാതെ അറിഞ്ഞതുമായിട്ടുള്ളതെന്നാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയിരിക്കുന്നത്. അവർ പിടിക്കാൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഒരുപാട് ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാരെ കൊണ്ടുവരാനായിട്ടുള്ള കുറേ നിയമങ്ങളും നൂലാമാലകളും ഉണ്ട്. അതനുസരിച്ചുള്ള അറസ്റ്റാണ് പലപ്പോഴും നടക്കുക. അവരിലേക്ക് എത്താതിരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ഈ കേസുകളിൽ സാധാരണ ഈ എന്തെങ്കിലും ചെറിയ സൈബർ ഫ്രോഡ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വന്ന് പരാതി പറയുന്നതിലാണ് നിങ്ങൾ ഈ പറയുന്ന പ്രശ്നം വരുന്നത്. കാരണം വെച്ചാൽ അതിനകത്ത് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ കാണുന്ന ആൾക്കാർ മാത്രമായിരിക്കില്ല പ്രതികൾ. അപ്പോൾ അതിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ എത്താതിരിക്കാൻ വേണ്ടി ഇപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ ഇവിടെ വന്ന പരാതികളിൽ നിന്ന് അങ്ങോട്ട് പോവല്ല ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിർബന്ധമായും നമുക്ക് ഇവർ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു സത്യം പറഞ്ഞാൽ. എക്സാക്ട്ലി. നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ ആരെങ്കിലും വഞ്ചിക്കപ്പെടുമ്പം പരാതിയുമായിട്ട് വരുന്നവരിൽ നിന്ന് കേസെടുക്കുന്ന രീതി മാറ്റിയിട്ട് പോലീസ് അങ്ങോട്ട്, അതാണ് ഈ ഓപ്പറേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് നമ്മൾ പ്രൊആക്റ്റീവായിട്ട് ഈ സാധനം പോയി കണ്ടുപിടിക്കുക ചെയ്ത്. ആര് പരാതി പറഞ്ഞോ ഇല്ലയോ നമ്മൾ അന്വേഷിച്ചിട്ടില്ല. അപ്പം അതിനുവേണ്ടി നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൻ്റെ സഹായം എടുത്തു. അവിടെ വന്നിട്ടുള്ള ഇങ്ങനത്തെ എല്ലാ ഫ്ലാഗ് ചെയ്തിട്ടുള്ള എല്ലാ ഇഷ്യൂസും അത് കേസായിട്ട് അവർ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, ചിലത് സംസ്ഥാനത്തിന് പുറത്തുള്ളതിന് ഇനി പരാതി കിട്ടാനിരിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞതാണ്. നമ്മളിത് കണ്ടിട്ട് നിങ്ങളുടെ പൈസ പോയെന്ന് അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലാൻ പോവുക. അപ്പോഴവർ പലപ്പോഴും അറിയാൻ പോകുന്നത് എന്നുവെച്ചാൽ അവരുടെ ആളെ പിടിച്ചു എന്നുള്ള. അവർ പൈസ പോയതവർ അറിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ എവിടെയാണെന്നുള്ള ആർക്കും അറിയില്ല. അങ്ങനെയുള്ള കേസുകളുണ്ട്. അപ്പം അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ അറസ്റ്റ് എല്ലാവരുടെയും നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറഞ്ഞു വിദേശത്തുള്ളവരുടെയും. ഇപ്പം ഈ സൈബർ കുറ്റകൃത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് എവിടെ ഇരുന്ന ആർക്കും എവിടെയും ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പക്ഷേ ഇപ്പോഴും നമ്മുടെ ഈ 10 രാജ്യങ്ങൾ ചേർന്ന് ഒരു സൈബർ പ്രോട്ടോകോൾ ഇപ്പോഴും നിലവിലില്ല, അറസ്റ്റിനെ സംബന്ധിച്ചോ അന്വേഷണത്തിനെ സംബന്ധിച്ചോ. അപ്പോൾ അതിൻ്റെ പോരായ്മ നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഈ സൈബർ ഓപ്പറേഷൻസിൻ്റെ കാര്യത്തിൽ കാണാം. അതുപോലെ തന്നെ ഈ ക്രിപ്റ്റോ കറൻസി ഡീലിങ്സിൻ്റെ കാര്യത്തിലും ഒരുപാട് നിയമങ്ങളുടെ നൂലാമാലകളുണ്ട്. നിയമം പൂർണ്ണമായി ഇതിനെ നിരോധിച്ചിട്ടില്ല, നമ്മുടെ നാട്ടിൽ നിരോധിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഇത് ലീഗലാണെന്ന് കരുതുന്ന രാജ്യങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇതിനുള്ള ഓപ്പറേഷൻസ് നടത്തുകയും ആ ഓപ്പറേഷൻസ് നടത്തുന്നതിലുപരി ആ ഓപ്പറേഷൻസിൻ്റെ പേര് പറഞ്ഞിട്ട് പൈസ പറ്റിക്കുകയും ചെയ്യുക. അതാണ് യഥാർത്ഥത്തിൽ ഓപ്പറേഷൻസും നടക്കുന്നില്ല. ഇപ്പം എന്താ പറയുക, സൈബർ കറൻസി അല്ലെങ്കിൽ എന്താ പറയുക ക്രിപ്റ്റോ കറൻസി മൈനിങ് ഒന്നും യഥാർത്ഥത്തിൽ നടക്കാതെ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ചെറിയ തുകകൾ ആദ്യം കൊടുത്തിട്ട് ആൾക്കാരെ സന്തോഷിപ്പിക്കുകയും അത് കഴിഞ്ഞ് വലിയ തുകകൾ ഡിജിറ്റലായിട്ട് കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് സ്കാംസ് ഉണ്ട് ഈ കൂട്ടത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള സ്കാംസൊക്കെ നടക്കുന്നത് പലപ്പോഴും വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ്. പിന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ചില പ്രദേശങ്ങളിലിരുന്ന് 2-3 ലാപ്ടോപ്പും സിസ്റ്റമൊക്കെ വെച്ചിട്ടാണ് അവർ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളതിൻ്റെ പരിമിതികൾ നമുക്കുണ്ടെങ്കിലും നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയതുകൊണ്ട് ഇപ്രാവശ്യം ആ ബുദ്ധിമുട്ട് നമുക്കില്ല. ഐഡൻറ്റിഫിക്കേഷൻ ഒരു പ്രോബ്ലം അല്ല, അക്യൂസ്ഡിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നമുക്കൊരു പ്രോബ്ലം അല്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയുണ്ട്. അക്യൂസ്ഡിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അല്ല, ഇതിൽ ഞാൻ പറഞ്ഞു, ഇതിനകത്ത് നമ്മൾ ഈ 382 കേസുകൾ രജിസ്റ്റർ ചെയ്തതിനകത്ത് പരാതി നമുക്ക് കിട്ടിയിട്ടുള്ള കേസുകൾ കൊണ്ട് കുറച്ച് പരാതി ഇനി അവരുടെ അടുത്ത് പോയിട്ട് പറയണം, എന്താ നിങ്ങളുടെ ഈ പോയ പൈസ ഞങ്ങളിതാ കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് പറയാൻ പോണ കേസുകളുണ്ട്. അതിൽ റിക്കവറി എത്രത്തോളം നടക്കും എന്നുള്ളത് ഇനി നമ്മളുടെ അന്വേഷണത്തിൻ്റെ ഒരു
പ്രത്യേകത കൊണ്ട്. അത് കാരണം വെച്ചാൽ ഇതിപ്പോൾ പലതും ചിലരിപ്പോൾ ചിലവാക്കി പോയി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിപ്പോൾ അവിടുത്തെ റിക്കവറി എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്. പക്ഷേ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അത് നോക്കാം, കൃത്യം അറിയില്ല. കാരണം ഇതിപ്പോൾ കഴിഞ്ഞ ഉടനെയാണ് നിങ്ങളെ കാണുന്നത്. ഇതിൻ്റെ സംഭവം നടന്നത്. കാരണം നാളെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ചൂട് നിങ്ങൾക്കും പോകും ഞങ്ങൾക്കും പോകാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചാൽ ഉടനെ നിങ്ങളെ അറിയിച്ചു എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു കാര്യം നടക്കുന്നുണ്ട്, ജനങ്ങൾ അറിയണം. ഫർദർ സ്റ്റെപ്സ് ഇനിയും ഇതുപോലത്തെ ഓപ്പറേഷൻസ് ഇനിയും നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ജനങ്ങളോട് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വഞ്ചിക്കപ്പെട്ടവർ ഇന്നലെ നാളെ ഞങ്ങളടുത്ത് വരും. വഞ്ചിക്കാൻ തുനിയുന്നവർ കരുതിയിരിക്കുക. ഞങ്ങളുടെ കണ്ണുകൾ അവർ പുറകെ ഉണ്ടാവും എന്നുള്ളതൊന്ന് അവരെ അറിയിക്കണം. അല്ല, ഈ ധനമോഹം നമ്മളുടെ പ്രത്യേകിച്ച് മലയാളിയുടെ ഒരു ദൗർബല്യമാണ്. അപ്പം എവിടെ 5 രൂപ കൂടുതൽ കിട്ടും എന്നുള്ളൊരു അന്വേഷണം സ്വാഭാവികമായി മലയാളി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ മലയാളികളെ കുറ്റം പറഞ്ഞതല്ല, ഞാനും മലയാളിയാണ്. പക്ഷേ അങ്ങനെ ഒരുപാട് കേസുകൾ നമുക്ക് വരുന്നുണ്ട്. ഗെയിമിംഗ് അല്ല അല്ല അത് 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 ഞാൻ കണ്ടില്ല. കിട്ടിയ ലിസ്റ്റിൽ അതില്ല. ട്രേഡിംഗ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്തിട്ടുള്ള പരിപാടി. ചിലത് നിങ്ങളിപ്പോഴും പരസ്യമുള്ള പലതും കാണാം. വീട്ടിലിരുന്ന് ഇത്ര രൂപ കിട്ടും എന്നൊക്കെ പറയുന്ന സാധനം. ഒരു കാര്യം വ്യക്തമായിട്ട് നമ്മുടെ നാട്ടുകാരെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ, ദർ ഇസ് സംതിങ് കോൾഡ് ഈസി മണി. അതായത് നമ്മുടെ RBI നോംസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അവരാണ് നമ്മുടെ ഫിസിക്കൽ പോളിസിയുടെയും എക്കോണമിയുടെയും കാവൽക്കാരെന്ന് പറഞ്ഞാൽ RBI ആണ്. RBI ഫിക്സ് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ആ ചാനൽസിലൂടെ അല്ലാതെ ഉണ്ടാവുന്ന ഒരു പൈസയും ലീഗലല്ല. ഇന്നല്ലേ നാളെ പിടിക്കപ്പെടും. ഇത് നമ്മൾ സംസ്ഥാന തലത്തിൽ നടത്തുന്ന ഒരു പത്രസമ്മേളനമല്ലേ. അപ്പോൾ അതിൻ്റെ ഇൻഡിവിജ്വൽ സാധനങ്ങൾ കിട്ടാനിരിക്കുന്നേ ഉള്ളൂ. ഉണ്ടാവണമല്ലോ. ഞാൻ അതും ജെൻഡർ ബ്രേക്കപ്പ് ഒന്നും നോക്കിയിട്ടില്ല. നമ്മളിത് നമുക്കൊറ്റ നോട്ടേ ഉള്ളൂ, ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കുള്ളൂ. അല്ല, അത് അവർ നെഗോഷിയേറ്റ് ചെയ്യാണ് ഒരാളുടെ അടുത്ത്. ഇപ്പം അത് അവർ വളരെ കഴിവോടുകൂടി, ചിലർ നല്ല മിടുക്കന്മാർ കൂടുതൽ പൈസ മേടിച്ചിട്ടുള്ളവരുണ്ട്, കുറച്ച് പൈസ കിട്ടിയിട്ടുള്ളവരുണ്ട്. അങ്ങനെ പല രീതിയിലാണ്. ഒരിക്കലുമില്ല. അങ്ങനെയുള്ളവരാണ് ഞങ്ങൾ ഈ 125 നോട്ടീസ് കൊടുത്ത് വിട്ടിരിക്കുന്നത്. മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ, 2900 ചില്ലാനും ആൾക്കാരെ നമ്മൾ 3 മാസമായിട്ട് അവരുടെ ട്രാൻസാക്ഷൻസ് മുഴുവൻ നിരീക്ഷിച്ച്, അവരുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ് നിരീക്ഷിച്ച്, ഒരുപാട് നിരീക്ഷണവും കഷ്ടപ്പാടിൻ്റെ പുറകിൽ നടന്നിട്ടുണ്ട്. എനിക്ക് വെറുതെ പൈസ ആരുടെയെങ്കിലും കിട്ടിയാൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. ഗ്രാവിറ്റി അറിയാതിരിക്കുന്നത് വെച്ചാൽ പിന്നെ അത് നിവർത്തിയില്ല. അന്യൻ്റെ പണം എന്ന് പറയണത് നമ്മൾ പറഞ്ഞില്ല, സംസ്കൃതത്തിലൊരു വാക്കുണ്ട്, അപരിഗ്രഹം. എൻ്റേതല്ലാത്തൊന്നും എൻ്റേതല്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ഇപ്പോൾ വെറുതെ കിട്ടുന്ന ഒരു സാധനം എടുക്കാൻ പാടില്ല എന്ന് നമ്മൾ എടുത്താൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ ഇവരൊക്കെയാണ് ഇതിൻ്റെ നേതൃത്വം വഹിച്ചിട്ടുള്ള ഇവിടെയുള്ള ആൾക്കാർ. പിന്നെ തിരുവനന്തപുരം, പിന്നെ എന്താ പറയുക, തിരുവനന്തപുരത്ത് സൗത്ത് സോണിൽ ശ്യാംസുന്ദർ ഐറ്റിയുടെ നേതൃത്വത്തിലും, വടക്ക് നോർത്ത് സോണിൽ രാജ്പാൽ മീനയുടെ നേതൃത്വത്തിലും വളരെ ഭംഗിയായിട്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പോലീസിലൊന്നും രഹസ്യം നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആക്ഷേപം സ്ഥിരമായിട്ട് നമ്മളെല്ലാവരും കേൾക്കാറുള്ളതാണ്. പക്ഷേ ഇത് കഴിഞ്ഞൊരു 2-3 മാസമായിട്ട് ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചിട്ടും നിങ്ങളാരും പോലും ഇത് അറിഞ്ഞില്ല എന്നുള്ളതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. വേറെ എവിടെയും നടന്നതായിട്ട് അറിവില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഡേറ്റ അവൈലബിൾ ആവുന്നത് നമുക്ക് മാത്രമല്ല, ഈ നാഷണൽ ഡേറ്റ അവൈലബിൾ ആവുന്നത്. അതിൻ്റെ മുകളിൽ മെനക്കെട്ട് ജോലി എടുത്തിരിക്കുന്നത് ഞങ്ങളാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഞങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ മാഡം, ഒറ്റ ക്രൈറ്റീരിയനേ ഉള്ളൂ. അത് വെദർ ഈസ് ഇൻവോൾവ് ഓർ നോട്ട്, ഹി ഓർ ഷീ, ആരാണെങ്കിലും ഞങ്ങൾക്കത് വിഷയമല്ല. വി ആർ നോട്ട് ബോതേർഡ്. പിന്നെ എറണാകുളത്ത് ഉള്ള സകല ഓപ്പറേഷൻസും സിറ്റിയിലുള്ള ഇദ്ദേഹവും എറണാകുളം റേഞ്ചിലുള്ളത് മുഴുവൻ നേതൃത്വം കൊടുത്ത ആൾക്കാരാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും വേണേൽ അവരോട് കൂടി ചോദിക്കാൻ നിൽക്കുക, നിങ്ങൾ ഈ എറണാകുളത്തുകാരായതുകൊണ്ട്. അല്ലല്ല, എല്ലാ വിഭാഗവും ഉണ്ട്. ഞാനതാണ് ഞാൻ പറഞ്ഞത്. അത് ഞങ്ങൾക്ക് വളരെ അഭിമാനം തോന്നുന്നൊരു കാര്യം അതാണ്. എല്ലാ വിഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ പറയുക, പലപ്പോഴും ഞങ്ങളെക്കുറിച്ച് കേൾക്കുന്ന ഒരു ആക്ഷേപമാണ്, രഹസ്യം സൂക്ഷിക്കാത്ത ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പുറത്തു പോയി പറയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്ഷേപങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിൽ നിന്നൊക്കെ ഭിന്നമായിട്ട് ഞങ്ങളൊരു
ഗംഭീരമായ ടീം വർക്ക് നടത്തിയുള്ള ഒരു സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും ഇരിക്കുന്നത്. ഈ ക്രൈം കണ്ടുപിടിച്ചുള്ള സന്തോഷം അതവിടെ വേറെ ഉണ്ട്. അത് കൂടാതെ ഞാൻ പറഞ്ഞു വെച്ചാൽ ഞങ്ങളുടെ ആ ഒരു രഹസ്യം പുറത്തു പോകാതെ അപ്പം പിന്നെ ഇന്ന് ഞാൻ പകൽ മുഴുവൻ ഞാൻ പലപ്പോഴായിട്ട് TV നോക്കുമ്പോൾ എവിടെയും വലിയ ഇതൊന്നുമില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ തൊട്ട് വെളുപ്പാങ്കാലത്ത് തൊട്ട് ടീംസ് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അതിനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു 2 ദിവസം കൊണ്ട് മൊബിലൈസ് ചെയ്താലേ പറ്റുള്ളൂ. അതിന് ഞങ്ങൾ വീഡിയോ കോൺഫറൻസസ് നടത്തിയിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. എന്നിട്ട് പോലും ആ രഹസ്യ സ്വഭാവം സൂക്ഷിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് വളരെ വളരെ ക്രെഡിറ്റബിൾ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എക്സലൻറ്റ് ടീം വർക്ക് ആൻഡ് എക്സലൻറ്റ് ലീഡർഷിപ്പ് ബൈ അവർ സ്റ്റേറ്റ് പോലീസ് ചീഫ്. അദ്ദേഹം പേഴ്സണലായിട്ട് താല്പര്യം. ഇന്നപ്പോൾ അദ്ദേഹം സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം നിങ്ങളെ അഡ്രസ്സ് ചെയ്യാത്തത്. ഈസ് നോട്ട് ഇൻ സ്റ്റേഷൻ. അതുകൊണ്ടാണ് എനിക്ക് ദൗത്യം വന്ന് പെട്ടത്. താങ്ക് യു. എന്തെങ്കിലും പറയണ്ട? പിന്നെ എല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ അത് കൂടാതെ ഈ ഓൾറെഡി ഉള്ള കേസുകളിൽ ചില ഐഡന്റിഫൈഡ് അക്യൂസ്ഡ് ഉള്ള കേസുകളും ചിലതുണ്ട്. ഇന്ന് പിടിച്ച എല്ലാം മ്യൂൾ അക്കൗണ്ടുള്ളൂ.